Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. പൊതു ഇടങ്ങളിൽ പ്ലാസ്റ്റിക് കുപ്പികൾ കുമിഞ്ഞുകൂടുന്നത് തടയാൻ അങ്കമാലി നഗരസഭയുമായി സഹകരിച്ച് വൈസ്മെൻസ് ക്ലബ് ഓഫ് അങ്കമാലി അങ്കമാലി നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിക്കുന്നതിന് പ്ലാസ്റ്റിക് ബോട്ടിൽ കളക്ഷൻ ബൂത്തുകൾ ക്ലബ്ബ് സംഭാവന ചെയ്തു. നഗരപ്രദേശങ്ങളിൽ വലിയ മാലിന്യ ഭീഷണി ഉയർത്തുന്നവയാണ് ഉപയോഗിച്ചു കഴിഞ്ഞ ശേഷം വലിച്ചെറിയപ്പെടുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ. കൊടും വേനൽ കത്തിക്കാളുമ്പോൾ വെള്ളം കുടിച്ച ശേഷം കുപ്പികൾ റോഡരികിൽ ഉപേക്ഷിക്കുന്നതും സ്ഥിരം കാഴ്ചയാണ്. ഇതിനൊരു പരിഹാരം കണ്ടെത്തുകയാണ് വൈസ്മെൻസ് ക്ലബ് ഓഫ് അങ്കമാലി. നഗരത്തിൽ വിവിധയിടങ്ങളിൽ സ്ഥാപിക്കുന്നതിന് 10 പ്ലാസ്റ്റിക് ബോട്ടിൽ കളക്ഷൻ ബൂത്തുകളാണ് ക്ലബ്ബ് നഗരസഭയ്ക്ക് നൽകിയത്. അവകാശങ്ങൾക്കൊപ്പം കടമകളും എന്ന മുദ്രാവാക്യം ഏറ്റെടുത്ത് സാമൂഹ്യ പ്രതിബദ്ധതയിലൂന്നിയ പ്രവർത്തനമാണ് വൈസ്മെൻസ് ക്ലബ് ഓഫ് അങ്കമാലി നടത്തിവരുന്നതെന്ന് ക്ലബ്ബ് പ്രസിഡന്റ് ഫ്രാൻസിസ് തച്ചിൽ പറഞ്ഞു. സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി നിരവധി പദ്ധതികൾ എല്ലാ വർഷവും നടത്തി പോരാറുണ്ട്. അതിലൊരു പദ്ധതിയാണ് ഇന്നിപ്പോൾ ഇവിടെ മുനിസിപ്പാലിറ്റിക്കായി കൈമാറുന്നത്. അങ്കമാലി വൈസ്മെൻ ക്ലബിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 47 വർഷത്തെ പ്രൗഢ പാരമ്പര്യമുള്ള ഒരു ക്ലബ്ബാണ്. ഇന്ന് അങ്കമാലിയിലുള്ള റോട്ടറി ക്ലബ്ബ്, ലയൺസ് ക്ലബ്ബിലുള്ള ഉള്ളവരെല്ലാം തന്നെ അങ്കമാലി വൈസ്മെൻ ക്ലബ്ബിൽ അംഗങ്ങളായിരുന്നു. ഇതിൽ പ്രവർത്തിച്ചതിന് ശേഷമാണ് അവർ മറ്റ് ക്ലബ്ബുകളിൽ പോയി അതിൻ്റെ ഭാരവാഹിത്വത്തിലേക്ക് വന്നത്. മറ്റു പ്രസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി വൈസ്മെൻ്റെ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം തന്നെ അവകാശങ്ങളോടൊപ്പം തന്നെ കടമകളെക്കുറിച്ച് ബോധവാന്മാരാകുക എന്നുള്ളതാണ്. ഇന്ന് അവകാശങ്ങൾക്ക് വേണ്ടി മാത്രം മുറവിളി കൂട്ടുന്ന ഒരു സമൂഹത്തിൽ കടമകളെ വിസ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കടമകളെ കുറിച്ച് ബോധവാന്മാരാകുവാനും കടമകൾ ചെയ്യുന്നതിൽ മാതൃകയാകുവാനാണ് വൈസ്മെൻ കൂടുതൽ മുന്നോട്ട് വരുന്നത്. ഇന്ന് നമുക്കറിയാം, ഏറ്റവും കൂടുതൽ മാലിന്യ പ്രശ്നം ഉണ്ടാക്കുന്നത് നാം ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി നിരുത്തരവാദിത്തമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ്. അത് നമ്മുടെ ശുദ്ധജല കേന്ദ്രങ്ങളിലും അതേപോലെ കാനകളിലും മറ്റുമൊക്കെ വന്ന് അടിഞ്ഞുകൂടി ഒരുപാട് മാലിന്യ പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവയൊക്കെ കൃത്യമായി ഉത്തരവാദിത്തപൂർവ്വം നിക്ഷേപിക്കാനുള്ള സൗകര്യം ഒരുക്കിയാൽ ജനങ്ങൾ അതിലേക്ക് വരികയാണെങ്കിൽ അത് നമുക്ക് വലിയൊരു ആശ്വാസവും ആയിരിക്കും അത് നൽകുന്നത്. അതുകൊണ്ട് ആ ഒരു ഉത്തരവാദിത്തം അങ്കമാലി വൈസ്മെൻ ക്ലബ്ബ് ഏറ്റവും തയ്യാറാവുകയും അതിനെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ചെയർമാൻ വളരെ സന്തോഷപൂർവ്വം അതിന് അനുവാദം തരികയും അതിന് അനുവാദം നിന്ന ബഹുമാനപ്പെട്ട ചെയർമാനോടും അങ്കമാലി മുനിസിപ്പൽ കൗൺസിൽ എല്ലാ അംഗങ്ങളോടും അങ്കമാലി വൈസ്മെൻ ക്ലബ്ബിനുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇതിപ്പോൾ ഏകദേശം നമ്മൾ 10 ബിന്നാണ് ആദ്യ ഗഡു എന്ന നിലയ്ക്ക് മുനിസിപ്പാലിറ്റിക്ക് ഇന്ന് കൈമാറുന്നത്. ഇത് ഏറ്റവും നല്ല രീതിയിൽ ഗുണമേന്മയോട് തന്നെയാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ 1.25 ലക്ഷം രൂപ ചെലവ് വരും. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം അനുസരിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ വരും കാലങ്ങളിലും അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളും സഹകരിക്കാൻ അങ്കമാലി വൈസ്മെൻ ക്ലബ്ബിന് താല്പര്യമുണ്ട്. നമുക്ക് പരസ്പരം കൈകോർത്ത് നിന്നുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഗുണകരമായ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് മുന്നോട്ട് വരാം. അതിന് ഞങ്ങളുടെ സഹകരണം ഉണ്ടാവും. നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. അതിൽ തന്നെ ഏറ്റവും വില്ലനാണ് ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ. പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗം കഴിഞ്ഞ പ്ലാസ്റ്റിക് ബോട്ടിൽ വലിച്ചെറിയുക എന്നുള്ളത് ഒരു സാധാരണ സംഭവമായി മാറിയിരിക്കുകയാണ്. അതിനെതിരെ വലിയ തോതിലുള്ള ബോധവൽക്കരണം ഗവൺമെൻറ്റും പ്രാദേശിക ഭരണകൂടങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അത് ഫലവത്താകുന്നില്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഈ അവസരത്തിലാണ് വൈസ്മെൻ ക്ലബിൻ്റെ ആപ്തവാക്യമായ അവകാശങ്ങളോടൊപ്പം കടമ എന്നുള്ള ആ ആപ്തവാക്യം മുറുകെ പിടിച്ചുകൊണ്ട് ആ കടമ നിർവഹിക്കുവാൻ മുന്നോട്ട് വന്ന അങ്കമാലി വൈസ്മെൻ ക്ലബിൻ്റെ മുഴുവൻ ഭാരവാഹികളെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമ്മളെല്ലാവരും അവകാശങ്ങളെപ്പറ്റി ബോധവാന്മാരാണ് പറയാറുണ്ട്. പക്ഷേ കടമകളെപ്പറ്റി ബോധവാന്മാരാണെങ്കിലും ആണെന്ന് നമ്മൾ നടിക്കാറില്ല. ഈ ബോട്ടിലുകളെല്ലാം ഇതുപോലെ ഒരു സ്ഥലത്ത് കളക്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ ജനങ്ങൾ തന്നെ മുന്നോട്ട് വന്ന് അതിലിടാൻ തയ്യാറാവും. അത് മനസ്സിലാക്കിക്കൊണ്ട് വൈസ്മെൻ ക്ലബ്ബ് ഈ ബോട്ടിൽ കളക്ഷൻ ബൂത്തുകൾ 10 ആദ്യ ഗഡുവായി അങ്കമാലി നഗരസഭയ്ക്ക് സംഭാവന ചെയ്യുകയാണ്. നഗരസഭയ്ക്ക് എന്ന് പറയുമ്പോൾ അങ്കമാലിയിലെ ജനങ്ങൾക്കാണ് നിങ്ങൾ ഇത് സംഭാവന ചെയ്യുന്നത്. ഏതാണ്ട് 1.5 ലക്ഷത്തോളം രൂപ മുടക്കി ഇങ്ങനൊരു പദ്ധതി നടപ്പിലാക്കുവാൻ തയ്യാറായി മുന്നോട്ട് വന്ന ക്ലബിൻ്റെ പ്രസിഡന്റ് ഫ്രാൻസിസ് തച്ചിലിനെയും അതിൻ്റെ മുഴുവൻ ഭാരവാഹികളെയും അങ്കമാലി നഗരസഭയ്ക്ക് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുന്നു. നഗരസഭയ്ക്കുള്ള സ്നേഹവും കടപ്പാടും ഈ അവസരത്തിൽ പ്രത്യേകം അറിയിക്കുകയാണ്. തുടർന്നും
ഇത് ആദ്യ ഗഡു എന്ന് പറയുമ്പോൾ രണ്ടാം ഗഡു ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. തുടർന്നും നിങ്ങളുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ അങ്കമാലി നഗരസഭയുടെ എല്ലാ പ്രവർത്തനങ്ങളുമായും ഇതുവരെ സഹകരിച്ചിട്ടുണ്ട്. തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളെ സഹകരിപ്പിക്കുന്നതിന് വളരെ സന്തോഷമേ ഉള്ളൂ. ആ കാര്യത്തിൽ നഗരസഭ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി മനോജ് അധ്യക്ഷയായിരുന്നു. വൈസ്മെൻസ് ക്ലബ് ഓഫ് അങ്കമാലി പ്രസിഡന്റ് ശ്രീ ഫ്രാൻസിസ് തച്ചിൽ, സെക്രട്ടറി ബെന്നി വർഗീസ്, വർക്കി പീറ്റർ ഉൾപ്പെടെയുള്ള ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഏവർക്കും നമസ്കാരം. നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ചതിന് ശേഷം വലിച്ചെറിയുന്ന, വെള്ളം തീർന്നാൽ വലിച്ചെറിയുന്ന, അവിടെ നിന്ന സ്ഥലത്ത് തന്നെ വലിച്ചെറിയുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിനൊക്കെ ഒരു പരിഹാരം എന്ന നിലയിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ നിക്ഷേപിക്കുന്നതിനായിട്ട് ഒരു ബിൻ സ്ഥാപിക്കുന്നതിനായിട്ട് ഇവിടെ മുൻകൈ എടുത്ത വൈസ്മെൻസ് ക്ലബ് ഓഫ് അങ്കമാലിക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. മറ്റുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിലവിലുണ്ടെങ്കിലും നമ്മുടെ അങ്കമാലി നഗരസഭയ്ക്ക് ഈ ഒരു അവസരം, ഈ ഒരു ഉപയോഗം ഉണ്ടായിരുന്നില്ല. അതിന് അവസരമൊരുക്കി തന്ന വൈസ്മെൻസ് ക്ലബ് അങ്കമാലിയോട് പ്രത്യേകം നന്ദിയും ഇതിനോടൊപ്പം അറിയിക്കുന്നു. പ്രതിപക്ഷ നേതാവ് ടി.വൈ. ഏലിയാസ്, ബി.ജെ.പി. പാർലമെന്ററി പാർട്ടി ലീഡർ എ.വി. രഘു, മുനിസിപ്പൽ സെക്രട്ടറി ജയൻ വർഗീസ്, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർ, വാർഡ് കൗൺസിലർമാർ, വൈസ്മെൻസ് ക്ലബ്ബ് ഭാരവാഹികളായ അഡ്വക്കേറ്റ് ബെന്നി, സിജോ ജേക്കബ്, വർക്കി പീറ്റർ, എൻ.വി. പോളച്ചൻ, ഷാബു വർഗീസ്, നഗരസഭാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരായ ആർ. അനിൽ, എസ്. സന്തോഷ് കുമാർ, കില റിസോഴ്സ് പേഴ്സൺ പി. ശശി തുടങ്ങിയവർ പങ്കെടുത്തു. ഏറെ ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിൽ, പഞ്ചായത്തുകളിൽ വർഷങ്ങൾക്ക് മുന്നേ ഇത്തരം പദ്ധതി ആരംഭിക്കുകയും വളരെ വിജയകരമായി നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാന്യ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രദേശവും നമ്മുടെ സമൂഹവും നമ്മുടെ സംസ്ഥാനവും ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം മാലിന്യ പ്രശ്നമാണ്. അത് മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന കാര്യത്തിൽ നമ്മൾ വളരെ പിന്നിലാണ്. എന്തായാലും പ്ലാസ്റ്റിക് ബോട്ടിലുകളുടെ എണ്ണം ദിനം പ്രതി എന്നോണം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ കൊടും ചൂടാണ്. ആളുകളെല്ലാം കുപ്പിവെള്ളം വാങ്ങിച്ച് ഉപയോഗിക്കുകയും വളരെ അപൂർവം ആളുകൾ അത് വലിച്ചെറിയുകയും ചെയ്യുകയാണ്. അങ്ങനെ വലിച്ചെറിയുമ്പോൾ സ്വാഭാവികമായും അത് നമ്മുടെ പരിസരം മലിനമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ പ്രദേശങ്ങളിലും ഇതുപോലെയുള്ള ഈ ബൂത്തുകൾ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും വലിച്ചെറിയൽ കുറയും. ഇത് നായത്തോട് പ്രദേശത്താണ് ഈ സംഭവം ഉണ്ടാക്കിയത്. ഞാനപ്പോൾ അന്ന് ഇത് ഉണ്ടാക്കുന്ന വേളയിൽ അവിടെ ചെന്ന് നിർമ്മിക്കുന്ന വേളയിൽ അവരോട് സംസാരിച്ചു. കുറച്ചുകൂടി പൊക്കം കൂട്ടാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അതങ്ങനെ കഴിയില്ല. കാരണം കൊച്ചു കുട്ടികൾക്ക് വരെ ഇടാൻ കഴിയുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. പൊക്കം കൂട്ടാൻ പറ്റുമെന്ന് ചോദിച്ചതിൻ്റെ കാരണം ബാക്കിൽ നിന്നും ഒരു ചാക്ക് വെച്ചാൽ നേരെ തുറക്കുമ്പോൾ ബാക്കിലേക്ക് വീഴാൻ സാധ്യതയുണ്ട് എന്നുള്ള അടിസ്ഥാനത്തിൽ പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ പൊക്കം കൂട്ടി കഴിഞ്ഞാൽ കൊച്ചു മക്കൾക്ക് വരെ കുപ്പിയിടാൻ കഴിയുന്ന ഒരു സാധ്യത ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നിർമ്മിച്ചിട്ടുള്ളത്. വളരെ നല്ല നിലവാരത്തിൽ, നല്ല ക്വാളിറ്റിയിലാണത് നിർമ്മിച്ചിട്ടുള്ളത്. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ എം.വി. ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ. എം.വി. ചാക്കോ ജ്വല്ലേഴ്സ്, അങ്കമാലി.